വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇഞ്ചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്നേഹസ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡി ആയിട്ടുള്ള മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത്. അവരെ ഓരോരുത്തരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താ പേര്? സുധീഷ്, ആദർശ്, അഖിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാവരെയും പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി എന്താണ് ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്നതിനെ കുറിച്ച് ഞാൻ 2 വാക്ക് സംസാരിക്കാം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയുക. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ കറുപ്പ് ഉപയോഗിക്കുമ്പോൾ ചുവപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചാരനിറം എന്താണ്? വാങ്ങുമ്പോൾ കറുപ്പ് ഉപയോഗിക്കുമ്പോൾ ചുവപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചാരനിറം എന്താണ്? എല്ലാവരുടെയും വീട്ടിലെ അടുക്കളയിലൊക്കെ ഉള്ള ഒരു സാധനമാണ്. വാങ്ങുമ്പോൾ കറുപ്പ് ഉപയോഗിക്കുമ്പോൾ ചുവപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ചാരനിറം. അടുക്കളയിൽ അടുപ്പിലൊക്കെ കാണുന്ന ഒരു സാധനമാണ്. കരി. കറക്റ്റ് ആൻസറാണ്. ആദർശല്ലേ? അപ്പോൾ ആദർശാണ് ആൻസർ പറയുന്നേക്കുന്നത്. ആദർശിന് നല്ലൊരു ക്ലാപ്പ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. തടി വാങ്ങുമ്പോൾ കറുപ്പല്ലേ? നമ്മൾ കത്തിക്കുമ്പോൾ ചുവപ്പ് കളറല്ലേ കാണുന്നത്? അത് കത്തിച്ച് കഴിയുമ്പോൾ ഒരുമാതിരി ചാര കളറല്ലേ? കരി. മനസ്സിലായില്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് നല്ലൊരു ക്ലൂ തന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതൽ ഇങ്ങനെ ക്ലൂ തരത്തില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, വാങ്ങുമ്പോൾ കറുപ്പ് ഉപയോഗിക്കുമ്പോൾ ചുവപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചാരനിറം. ആൻസർ കരിയാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പുറത്തു പച്ച, കഴിച്ചാൽ ചുവപ്പ്, തുപ്പിയാൽ കറുപ്പ് എന്താണ്? കഴിക്കുന്നൊരു സാധനമാണ്. അല്ല. പുറത്തു പച്ച, കഴിക്കുമ്പോൾ ചുവപ്പ്, കഴിച്ചു കഴിഞ്ഞാൽ എന്താ? കറുപ്പ്. കഴിച്ചു കഴിഞ്ഞാൽ കറുപ്പ് എന്താണ്? പുറത്ത് പച്ച, കഴിക്കുമ്പോൾ ചുവപ്പ്, കഴിച്ചു കഴിയുമ്പോൾ കറുപ്പ്. ഫുഡ് ഐറ്റംസ് ആണ്. കഴിക്കുന്ന ഐറ്റമാണ്. വേറെ ക്ലൂ ഒന്നുമില്ല. വേറെ ക്ലൂ ഒന്നും നിങ്ങൾ ആൻസർ പറയും. അല്ല. അപ്പോൾ ടൈം ഔട്ടായി. തണ്ണിമത്തനാണ് ആൻസർ. പച്ച. കഴിക്കുമ്പോൾ ചുവപ്പല്ലേ? കഴിച്ചു കഴിഞ്ഞ് നമ്മൾ അതിന്റെ കുരു കളയുന്നത്. കുസൃതി ചോദ്യമല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഒരു മാവിൽ 12 മാങ്ങ പഴുത്തു നിൽക്കുന്നു. ഒരു അമ്മമ്മ അങ്ങോട്ട് പോയപ്പോഴും ഒന്ന് വീണു, ഇങ്ങോട്ട് വന്നപ്പോഴും ഒന്ന് വീണു. ബാക്കി എത്ര മാമ്പഴം ഉണ്ട്? അല്ല, ആൻസർ ഇങ്ങോട്ട് വന്നപ്പോ ഒന്ന് വീണു. ഇവിടെ ആൻസർ പറഞ്ഞു. എന്താ കാര്യം? അപ്പോൾ ആദർശാണ് ആൻസർ പറഞ്ഞത് 12 എന്ന്. അത് ഉദ്ദേശിച്ച് തന്നെയാണോ പറഞ്ഞേ? അതാണ് ഉദ്ദേശിച്ചത്. അമ്മമ്മയാണ് വീണെന്നുള്ളത്. എങ്കിലും ആൻസർ പറഞ്ഞേക്കുന്നത് ഇവിടെ നിന്നാണ് വന്നത്. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാം അല്ലേ? ആ ക്വസ്റ്റ്യൻ രണ്ടുപേരും നോ പ്രോബ്ലം. അപ്പോൾ ആദർശാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. ആദർശിന് 2 പോയിന്റ് ലഭിച്ചിരിക്കുന്നു. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരു മാവിൽ 12 മാങ്ങ പഴുത്തു നിന്നു. അമ്മമ്മ അങ്ങോട്ട് പോയപ്പോഴും ഒന്ന് വീണു, ഇങ്ങോട്ട് വന്നപ്പോഴും ഒന്ന് വീണു. എങ്കിൽ ആകെ എത്ര മാമ്പഴം ഉണ്ടെന്നതായിരുന്നു. പക്ഷെ 12 തന്നെയാണ് ആൻസർ. അമ്മമ്മയാണ് വീണത്, അല്ലാതെ മാങ്ങയല്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലും കർണാടകയിലും ഉണ്ട്, ലോകത്തിലുമുണ്ട്, പക്ഷെ തമിഴ്നാട്ടിലില്ല എന്താണ്? കേരളത്തിലും കർണാടകയിലുമുണ്ട്, ലോകത്തിലുമുണ്ട്, പക്ഷെ തമിഴ്നാട്ടിലില്ല. കറക്റ്റ് ആൻസർ ആണ്. എന്താ പേര്? സുധീഷ്. അപ്പോൾ സുധീഷാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. സുധീഷിന് നല്ലൊരു ക്ലാപ്പ്. അപ്പോൾ ആകാശിന്റെ കൂടെ സുധീഷും ഒരു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ആകാശ് 2 ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു. ആകാശ് അല്ലേ? 2 ചുണക്കുട്ടികൾ കിഴക്കെടുത്ത് കയറി തെറി കൊണ്ട് അഭിഷേകം നടത്തുന്നു. നല്ല വെറൈറ്റി തെറികൾ. ഇനി നീ ഇറങ്ങി വാടാ. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാടി ഇവന് പുല്ലടാ പുല്ല്. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണ. ചുമ്മാ
ഇപ്പോഴത്തെ കാലത്ത് ബാസ്റ്റേഡ് എന്ന് പറഞ്ഞൊരു വെയിറ്റ് ആണ്. അതേടാ ഞാൻ ബാസ്റ്റേഡ് ആണ്. ആദർശാണ്. അപ്പോൾ സുധീഷ് ഒരു ക്വസ്റ്റിന്റെ ആൻസറും ആദർശ് 2 ക്വസ്റ്റിന്റെ ആൻസറുമാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിലും കർണാടകത്തിലും ഉണ്ട്, ലോകത്തിലുമുണ്ട്, പക്ഷെ തമിഴ്നാട്ടിലില്ല. അതിന്റെ ആൻസർ കാ എന്നാണ്. അപ്പോൾ 5ാമത്തെ ക്വസ്റ്റ്യൻ, 60 വയസ്സായ ഒരു സ്ത്രീയും 16 വയസ്സായ ഒരു പെൺകുട്ടിയും കൂടി ഒരു കടയിൽ കയറി. അപ്പോൾ കടയിൽ നിന്നും ഇറങ്ങി വന്നയാളെ രണ്ടുപേരും അച്ഛ എന്ന് വിളിച്ചു. ഇതെങ്ങനെ? 60 വയസ്സായ ഒരു സ്ത്രീയും 16 വയസ്സായ ഒരു സ്ത്രീയും കൂടി ഒരു കടയിൽ കയറി. അപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാൾ ഇറങ്ങി വന്നു. അപ്പോൾ രണ്ടുപേരും അച്ഛ എന്ന് വിളിച്ചു. എന്താ? പള്ളിയിലച്ഛൻ. അതൊരു പള്ളിയിലച്ഛനായിരുന്നു. കറക്റ്റ് ആൻസർ ആണ്. എന്താ പേര്? അഖിൽ. അപ്പോൾ അഖിലാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അഖിലും സുധീഷും ഓരോ പോയിന്റ് നേടിയിരിക്കുന്നു. ആദർശ് 2 പോയിന്റ് നേടിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിന് മുന്നേ നിങ്ങൾ പാട്ട് പാടോ? ആരെങ്കിലും പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ? 3 പേരും കൂടെ ഒരുമിച്ചൊരു പാട്ട് പാടും. ഞാൻ എല്ലാ കാര്യവും പറഞ്ഞേപ്പിച്ചിരിക്കുന്നു കേട്ടോ. ബോസിന് സോഡ അറിയണം. ബോസിന്റെ അടുത്ത് മദ്യം തീർന്നു. വേറൊന്നും വിചാരിക്കില്ലേ? അവൻ മരിക്കിപ്പോ കപ്പലണ്ടിയും വേണമെന്ന്. മാമനോടും തോന്നല്ലേ മക്കളെ? മാമനോടും തോന്നല്ലേ? അറിയത്തില്ല. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ, പണത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ശരീരഭാഗമുണ്ട്. ഏതാണ് ആ ഭാഗം? പണത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ശരീരഭാഗം. പണത്തിന്റെ വേറെ പേരുകളുണ്ടല്ലോ. അല്ല അല്ല പണത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു ശരീരഭാഗം. ആലോചിക്കൂ. മലയാളം. ആലോചിക്കൂ. ഇപ്പോൾ ടൈം ഔട്ടായി. കൃഷ്ണമണി. മണി. ഓക്കെ. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 8ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പുവിൻ്റെ പറമ്പിൽ 2 കിണറുകളുണ്ട്. ഇതിൽ 1ാമത്തെ കിണറ്റിൽ 10 കപ്പ് പഞ്ചസാര ഇട്ടു, 2ാമത്തെ കിണറ്റിൽ 20 കപ്പ് ഇട്ടു. അപ്പോൾ ഏത് വെള്ളത്തിനാണ് രുചി കൂടുതൽ എന്നുവെച്ചാൽ മധുരം കൂടുതൽ? ആദ്യത്തിൽ 10 കപ്പുകളല്ലേ ഇട്ടത്, പഞ്ചസാര അല്ലല്ലോ. കറക്റ്റ് ആൻസർ ആണ്. രണ്ടാമത്തെ ആൻസർ കറക്റ്റ് ആണ്, പക്ഷേ പറഞ്ഞത് തിരിഞ്ഞുപോയി. രണ്ടാമത്തേലാണ് കപ്പ് ഇട്ടത്. ആദ്യത്തേല് 10 കപ്പ് പഞ്ചസാര ഇട്ടു ഉള്ളതാണ്. രണ്ടാമത്തേല് 20 കപ്പ്. പറഞ്ഞത് തിരിഞ്ഞു പോയെങ്കിലും മാറിപ്പോയെങ്കിലും കുഴപ്പമില്ല. പോയിന്റ് സുധീഷിനാണ്. അപ്പോൾ സുധീഷും ആദർശും 2 പോയിന്റുകൾ നേടി ഇഞ്ചോടിഞ്ച് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 9ാമത്തെ ക്വസ്റ്റ്യൻ, കഴിക്കാൻ പറ്റുന്ന നിറം ഏതാണ്? അല്ല, കഴിക്കാൻ പറ്റുന്ന നിറം. കഴിക്കാൻ പറ്റുന്ന എല്ലാം അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ്രൂസ് പറഞ്ഞു വിട്ടിട്ടാണ് സേതു ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്നവൻ പറഞ്ഞിട്ടുണ്ട്. വന്ന് കയറി അന്ന് മുതൽ അവനെ സ്വന്തം മകനെ പോലെയാണ് അമ്മച്ചി കരുതിയിട്ടുള്ളതെന്ന് ഞങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നുമല്ല, മരിച്ചേ പിന്നെ അവന്റെ മുറിയും അവന്റെ സാധനങ്ങളും അമ്മച്ചി അതേപടി സൂക്ഷിക്കുകയാണെന്ന് വരെ അവൻ പറഞ്ഞു. അല്ല, വെള്ള അല്ല. അല്ല, ടൈം ഔട്ടായി. കഴിക്കാൻ പറ്റുന്ന നിറം ഓറഞ്ച് ആണ്. ഓറഞ്ച്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ കയ്യിലുള്ള ആൻസർ വേണം. ഓക്കെ. 10ാമത്തെ ക്വസ്റ്റ്യൻ, നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു സാധനം മറ്റുള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്താണത്? നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു സാധനമാണ്, മറ്റുള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്താണ് ആ സാധനം? ക്യാഷ് അല്ല. എല്ലാ പേർക്കും ഉള്ള ഒരു സാധനമാണ്. ഓരോരുത്തർക്കും ഇത് വെറൈറ്റി ആയിരിക്കും. ചിലർക്ക് ഒരുപോലെ ഉള്ളതും ഉണ്ട്. എന്താണത്? അല്ല, ടൈം ഔട്ടായി. എന്താണ് പേര്? എല്ലാ പേർക്കും ഉള്ള നമുക്കുള്ള ഒരു സാധനം
എന്നാൽ മറ്റുള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. എന്താണ് സാധനം എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അത് നമ്മുടെ പേരാണ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയിയായിട്ട് ആരും തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. രണ്ടുപേരും ഇഞ്ചോടിഞ്ച് നിൽക്കുകയാണ്. അപ്പോൾ രണ്ടാമത് ഒരു ചാൻസ് കൂടി തരാം. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരാണോ ആദ്യം പറയുന്നത് അവരാണ് ഇന്നത്തെ വിജയി. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ 15 മീറ്റർ നീളമുള്ള കയറിൽ കെട്ടിയ പശു 25 മീറ്റർ അകലെയുള്ള പുല്ല് തിന്നും. എങ്ങനെ? പറഞ്ഞുകൂടാ. തരാം. 15 മീറ്റർ നീളമുള്ള കയറിലാണ് പശുവിനെ കെട്ടിയേക്കുന്നത്. ആ പശു പക്ഷെ 25 മീറ്റർ നീളമുള്ള അകലെയുള്ള പുല്ല് തിന്നും. അല്ല, 25 മീറ്റർ അകലെയുള്ള പുല്ല് തിന്നും. ഇപ്പം പശുവിനെ കെട്ടി 15 മീറ്റർ അല്ലേ കയറിന് നീളമുള്ളൂ. അപ്പോൾ ആ ചുറ്റളവിലല്ലേ പശുവിന് പുല്ല് തിന്നാൻ പറ്റൂ. ഇത് 25 മീറ്റർ അകലെയുള്ള പുല്ല് തിന്നു. എന്താ കാര്യം? നീളമുള്ള കയർ കെട്ടിയിട്ടുണ്ടോ? നീളമുള്ള കയർ കെട്ടിയിട്ടുണ്ടോ? അതാണ് എനിക്ക് അറിയേണ്ടത്. 15 മീറ്റർ നീളമുള്ള കയറിൽ കെട്ടിയ പശു 25 മീറ്റർ അകലെയുള്ള പുല്ല് തിന്നു. എങ്ങനെ? പശുവിനെ കെട്ടില്ല, കയർ കെട്ടിയിട്ടുണ്ടോ? കയർ കെട്ടിയിട്ടില്ല. അതന്നെ ഞാൻ പറഞ്ഞു, കയർ കെട്ടിയിട്ടില്ല. കയർ കെട്ടിയിട്ടില്ല, അതന്നെയാണ് ആൻസർ. അപ്പോൾ സുധീഷാണ് ആൻസർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി ആരാ? സുധീഷ്. സന്തോഷമായോ? സന്തോഷമായി. എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? അടിപൊളിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയിയായ സുധീഷിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി VMTV ന്യൂസിന്റെ ഏരിയ റിപ്പോർട്ടർ, അതായത് വെഞ്ഞാറമൂട് ഏരിയ റിപ്പോർട്ടറായ ഷിബിസാനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.